ഇന്ന് കിടന്നുറങ്ങുമ്പോ ആ ചാരുമ്മയ്ക്ക് അമ്മ എന്നും കഥ പറഞ്ഞു തരാറില്ലേ? ഇന്നലെ നമ്മൾ ഏത് കഥ പറഞ്ഞേ? കഴുതേടി. പക്ഷെ നമുക്ക് ആ കഥയിൽ എന്ത് ഗുണപാഠം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ? മടിയൻ മല ചുമക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്നിട്ട് കഥ പറയാൻ പോണെന്നറിയോ? തരാൻ പോണ കഥ ബുദ്ധിമാനായ മുയല്. എന്ത് ബുദ്ധിമാനായ മുയല്? ഓക്കെ. കാട്ടിലെ ആനകൾ ഭക്ഷണവും ജലവും തേടി കൂട്ടമായാണ് സഞ്ചരിക്കുക പതിവ്. ഒറ്റ ദിവസം കൊണ്ട് അവർ ബഹുദൂരം പിന്നിടാറുണ്ട്. ചുറ്റിത്തിരിയുന്നതിനിടയിൽ ചെറുമൃഗങ്ങളെയൊക്കെ അവർ ചവിട്ടി അരച്ചാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആനകളുടെ ചിഹ്നം വിളി കേൾക്കുമ്പോൾ തന്നെ ചെറുമൃഗങ്ങൾ ജീവനും കൊണ്ട് ഓടുന്നത്. എന്താ പറയണതില്? കാട്ടിലെ ആനകളെ ഒരുമിച്ച് നോക്കി ഫോട്ടോയിൽ കണ്ട അവർ ഒരുമിച്ച് നടക്കുള്ളൂ. അതിലൊരാന മാത്രം ഫ്രണ്ടിൽ നടക്കും, കേറി നടക്കും. അതെന്താ? ആ ആനയാണ് ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കണത്. അങ്ങനെ ഇവര് കാട്ടില് ഇന്നും നടന്നു പോണ വഴിയിൽ കുറെ മുയിലുകളും കുറെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളൊക്കെ ചത്തുപോകും. ആനകൾക്ക് അവർ ശ്രദ്ധിക്കില്ല, അവർ ഒരുമിച്ച് നടന്നു പോവാണല്ലോ. അപ്പൊ അങ്ങനെ കുറെ മുയിലുകളൊക്കെ ചത്തുപോയി. അപ്പോ പല പ്രാവശ്യം മുയിലുകൾ ഇങ്ങനെ ആനകളുടെ ചവിട്ടേറ്റ് ഇല്ലാതായിട്ടുണ്ട്. കണ്ട ഈ ഫോട്ടോയിൽ നോക്കിയേ, കണ്ട കുറെ മുയിലുകളൊക്കെ ചത്തുപോയത്. തങ്ങളാവുന്ന വിധം ശ്രമിച്ചു നോക്കിയെങ്കിലും ആനകളെ തിരുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ആനകളാണെങ്കിൽ മുയലുകളെ ശ്രദ്ധിക്കുന്നതായി പോലും ഭാവിച്ചില്ല. ആനകൾ എന്ത് ചെയ്യും? മുയലെ നോക്കാണ്ട് അവരെ ചവിട്ടി അരച്ചിട്ടൊക്കെയാണ് പോവാറ്. ബന്ധുക്കളെ നഷ്ടപ്പെട്ട മുയലുകൾ ഒത്തുചേർന്നു. കുറെ പേര് മരിച്ചു പോയല്ലോ. അപ്പൊ അവർക്ക് ആരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അങ്ങനെ സംസാരിച്ചു, എന്താ ചെയ്യാ, എന്താ ഒരു വഴി എന്നൊക്കെ സംസാരിച്ചു. ആ കൂട്ടത്തില് ഒരു സമർത്ഥനായ ഒരു മുയലുണ്ടായിരുന്നു. നമ്മൾ ആരുടെ കഥ പറയണേ? ബുദ്ധിമാനായ മുയലിന്റെ കാര്യം പറയണേ. അവൻ മുന്നിട്ട് വന്നു. അവൻ പറഞ്ഞു, ചങ്ങാതിമാരെ, ആനകളെ വഴി മാറ്റി വിടുവാൻ ഒരു മാർഗം കണ്ടെത്തിയെങ്കിൽ നമ്മുടെ എല്ലാം അന്ത്യം ഉടനുണ്ടാകും. നമ്മളെല്ലാവരും മരിച്ചു പോകും ആന ചവിട്ടിയിട്ട്. മറ്റുള്ള മുയലുകളെല്ലാം ഒറ്റ സ്വരത്തിൽ ചോദിച്ചു, നാം എന്ത് ചെയ്യാനാണ്? നമ്മൾ എന്താ ചെയ്യാ? ആന ചവിട്ടണേന് ഓടിപ്പോവാതല്ലാണ്ട് വേറൊരു വഴിയില്ലല്ലോ എന്ന് അവരങ്ങനെ ആലോചിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഗജരാജാവിനോട് സംസാരിച്ചു നോക്കാം. ഗജരാജാവ് ആരാണ്? ആനകളുടെ രാജാവ്. അമ്മ പറഞ്ഞില്ല, ഒരു ആന മാത്രം ഫ്രണ്ടിൽ പോയി നടക്കുന്നു. ആനകളുടെ നേതാവ് മുന്നിലെത്തിയ മുയല് പറഞ്ഞു, അല്ലയോ ഗജരാജ, ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള തടാകം അമ്പിളിമാവന്റേതാണ്. ഞങ്ങളുടെ ദേവൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തേങ്ങിക്കരയുകയാണ്. നഷ്ടപ്പെട്ട ജീവനുകളെല്ലാം നിങ്ങളാണ് കാരണം. എന്താണ് മുയല് പോയിട്ട് പറഞ്ഞത് ഗജരാജാവിനോട്? ഗജരാജാവ് ആരാണ്? ആനകളുടെ രാജാവ്, ഫ്രണ്ടിൽ നടക്കണ ആന. ആനോട് ചെന്നിട്ട് മുയൽ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ തടാകം അത് അമ്പിളിമാവന്റേതാണ്. അമ്പിളിമാവന്റെ ദേവൻ എന്ന് പറയാവര്. ആ ദേവന്റെ ആണ് ആ തടാകം. കണ്ടോ, ഇവിടെ ഒരു തടാകം പോയിക്കണ്. ഇവിടെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിളിമാവൻ വിഷമിച്ചിരിക്കുന്നത് കാണാന്ന് ഗജരാജാവിനോട് പറഞ്ഞു. ഗജരാജാവ് ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? നിനക്കിത് തെളിയിക്കാൻ പറ്റുമോ? അമ്പിളിമാവൻ കരയുന്ന എങ്ങനെയാന്ന് നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോന്ന് ചോദിച്ചു. ബുദ്ധിമാനായ മുയൽ എന്ത് പറഞ്ഞു? മുയല് പറഞ്ഞു, ആനയും കൂട്ടി തടാകത്തിലെത്തി അമ്പിളിയമ്മാവന്റെ നിഴലിന്റെ പ്രതിബിംബം കാട്ടിക്കൊടുത്തു. പ്രതിബിംബം എന്താ? നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു സിംഹത്തിന്റെ കഥ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? സിംഹത്തിന്റെയും മുയലിന്റെയും കിണറ്റിലേക്ക് നോക്കുമ്പോ വേറെ സിംഹത്തിനെ കാണുമ്പോ സിംഹം വിചാരിക്കും വേറെ സിംഹമാണെന്ന് വിചാരിച്ചിട്ട് അതിക്ക് എടുത്ത് ചാടി സിംഹം മരിച്ചു പോണ കഥ പറഞ്ഞതില്ലേ? ഗജരാജ മുയലിന് വാക്കു കൊടുത്തു, ഇനി ഞങ്ങൾ ഈ വഴി വരികയില്ല, നിങ്ങൾ സന്തോഷമായി ജീവിച്ചുകൊള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ആന ഗജരാജാവ് തടാകത്തിന്റെ അടുത്ത് പോയിട്ട് നോക്കിയപ്പോ അമ്പിളിയമ്മാവന്റെ പ്രതിബിംബം കണ്ടു വെള്ളത്തില്. അപ്പൊ ഇളം കാറ്റ് വീശൂലോ, അപ്പൊ വെള്ളം ഇങ്ങനെ പതുക്കാടില്ലേ. അപ്പൊ അമ്പിളിമാമന്റെ ആ ഷേപ്പിലുള്ള സർക്കിൾ, വട്ടത്തിലുള്ള മുഖം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. അപ്പൊ ഗജരാജാവ് വിചാരിച്ചു അമ്പിളിമാമൻ വിഷമിക്കാണെന്ന്. അപ്പൊ ഗജരാജാവിന് ഖേദം തോന്നി, വിഷമം തോന്നിയപ്പോ മുയലിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ വഴി വരില്ല, ഞാനും എൻ്റെ കൂട്ടരും മറ്റൊരു വഴി കണ്ടെത്തിക്കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യം എല്ലാ മുയലക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ ബുദ്ധിമാനായ മുയൽ പറഞ്ഞു, ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, ആനേനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്.
അപ്പൊ ഈ കുഞ്ഞ കഥയിൽ നമുക്ക് എന്താ മനസ്സിലായേ? നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് എന്ത് കാര്യം നേടാം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യും, ബുദ്ധി ആലോചിച്ച് ചെയ്യും നമ്മ പറയാറില്ലേ? അതുപോലെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. മനസ്സിലായ? ഇനി ഓരോ കാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയിൽ ചെയ്യണം.